ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ ലോങ് വീഡിയോയിലുള്ളത് ഒരു യാത്രയാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. പോകണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്തോട്ടാണ് ഈ പോകുന്നത്. വേറെ എങ്ങോട്ടല്ല, കള്ളുഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ കള്ളു കുടിക്കാൻ മാത്രമാണ് പോണതെന്ന്. കള്ളു കുടിക്കാൻ മാത്രമല്ല, അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പം അത് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അവിടെ പോയിട്ട് ഒരു ദിവസമെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളത്. അപ്പം ഞാനും സനീഷേട്ടനും മാത്രമല്ല, ഞങ്ങൾ സനീഷേട്ടൻ്റെ അമ്മ, വല്യമ്മ, ചേച്ചി, അളിയൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇത് തൃശ്ശൂർ പുള്ള് എന്ന് പറയുന്ന സ്ഥലത്ത് താമരപ്പാടം. അങ്ങനെ താമരപ്പാടം കള്ളുഷാപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബോർഡൊക്കെ ഉണ്ടല്ലേ, താമരപ്പാടം കള്ളുഷാപ്പ്, ഫാമിലി ഷോപ്പ്. ഏഷ്യാനെറ്റിലെ കള്ളുഷാപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? ഷാപ്പിലെ കറിയും നാവിലെ രുചിയും. അത് തന്നെ. അത് കണ്ടപ്പം മുതൽ തുടങ്ങിയത് എന്നെങ്കിലും ഒരിക്കൽ ഷാപ്പിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം മലപ്പുറത്തായിരുന്നപ്പോൾ ഈ കള്ളുഷാപ്പിൽ പെണ്ണുങ്ങളൊക്കെ പോവാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെയാണ് ഞാൻ യൂട്യൂബിലും ഇതിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇങ്ങനെ ഒരു ഫാമിലി ഷോപ്പ് ഉണ്ടല്ലോ. അന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല കേട്ടോ. ബഹളം ഉണ്ടാകും, മടിയുണ്ടാകും, കുടിയന്മാർ വന്നിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് നമ്മളിതുവരെ കൊണ്ടുപോയിട്ടില്ല. എന്തായാലും ഫാമിലി അടക്കം പോവാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് സനീഷേട്ടൻ എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ റെഡി ആയിട്ടാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സീറ്റൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ പിന്നെ ഒരു കൂട്ടർ എണീറ്റപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു. അപ്പോൾ ഈ ടേബിളൊന്നും ക്ലീനാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ കയറി നിന്നിട്ടുണ്ട്. കണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ താമരപ്പാടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ മഴക്കാലമായത് കാരണം കൊണ്ട് ഇവിടെ പാടത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് പുറത്തിറങ്ങി കാറ്റ് കൊണ്ട് കേട്ടോ. ലച്ചുമോളൊക്കെ തിരുത്തിയിട്ട് ഒന്ന് കാറ്റ് വെള്ളം ഇറങ്ങിയതാണ്. ആ ഫുഡ് ഓർഡർ ചെയ്തത് വന്നപ്പോഴേക്ക് ഞാൻ ലച്ചുമോളെയും കൊണ്ട് അകത്ത് കയറി. ഞാൻ പോരുമ്പോൾ വേറെ എന്തൊക്കെയോ കറികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞണ്ട്, പിന്നെന്തെന്ന് പോർക്ക്, ബീഫ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടോ. ഫുഡ് എത്തിയിട്ടുണ്ട്. പൊറോട്ട, പത്തിരി, വട്ടയപ്പം, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കക്കയിറച്ചി, ചെമ്മീൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, താറാവ്, പിന്നെ ഒരു പ്ലേറ്റ് പാൽക്കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ എത്തി. ആദ്യം തന്നെ 3 കുപ്പി കള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മധുരക്കള്ളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ആർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ടേ, അതാണ് എൻ്റെ പ്ലേറ്റ്. അപ്പോൾ എൻ്റെ കഴിക്കൽ ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ലച്ചുമോള് മടിയിലെഴുതിയ കാരണം കൊണ്ട് എന്താണോ ശരിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞാൻ സനീഷേട്ടൻ്റെ അമ്മേൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. 2 പൊറോട്ട, ഒരു വട്ടയപ്പത്തിൻ്റെ പീസ്, ഒരു പത്തിരി, പിന്നെ ഒരു പ്ലേറ്റ് ചെമ്മീൻ ഫ്രൈയും. പിന്നെ അവിടുത്തെ ചിക്കൻ പെരട്ടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ 3 പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ ഫ്രൈ ആയതുകൊണ്ട് ഒരു പ്ലേറ്റ് ഫുള്ളും ഞാൻ തന്നെ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഞാൻ അധികം എരിവൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഷാപ്പിലെ കറി ഭയങ്കര എരിവായിട്ട് തോന്നിയിട്ടോ. ഒടുക്കത്തെ എരിവായിരുന്നു. കണ്ണീക്കൂടെയൊക്കെ വെള്ളം വന്നു. എന്നാലും തീറ്റ നിർത്തിയൊന്നുമില്ല കേട്ടോ. എന്തായാലും ആ എരിവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഐസ്ക്രീം വാങ്ങിച്ച് അതൊന്നും ഞാൻ കഴിക്കാൻ നിന്നില്ല. എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് കഴിക്കില്ല. പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് വായെന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഐസ്ക്രീം എന്തായാലും വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ ആ പാടത്ത് വഞ്ചിയും തോണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ട് സനീഷേട്ടൻ പോയതിൻ്റെ പുറകെ ഞങ്ങളും വെച്ച് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിയപ്പോൾ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ തോണിയും വെള്ളം എല്ലാം കൂടെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നത് ശിവദേവിന് വലിയതായിട്ട് രസിച്ചിട്ടില്ല. എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ വണ്ടി കയറി ഇരിക്കാൻ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളെല്ലാവരും തോണിയിൽ കയറാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ അവനും വീണ്ടും ഞങ്ങളെ കൂടെ കയറിയിട്ടുണ്ട്. അവന് വാങ്ങിച്ച ഐസ്ക്രീം ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഐസ്ക്രീമല്ല, കോലൈസ് ഇഷ്ടമായിട്ടില്ല. അത് എടുത്ത് കളയേണ്ടി വന്നു. ഞാൻ കഴിച്ച് നോക്കി, എന്താണെന്നറിയില്ല, അതും ഒരു എരിവ്. ഷാപ്പിലെ ഐസ്ക്രീം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്.
അത് വലിയ ടേസ്റ്റുകളുണ്ടായിരുന്നു. അവന് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ കാരണം എടുത്തതാണ്. അത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു തരം എരിവ്. പിന്നെ എനിക്കും കഴിക്കാൻ പറ്റില്ല, ഞാനതങ്ങ് കളഞ്ഞു. ഇവിടെ എത്തി ഇവരോട് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും നല്ല ധൈര്യത്തിൽ ഇറങ്ങിയൊക്കെ ചെയ്തു. പക്ഷേ തോണിയിൽ കയറിയപ്പോൾ ആ ധൈര്യമൊക്കെ അങ്ങ് പോയി. എന്താ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കയറിയപ്പോൾ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. കൂവി വിടി, ആർപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ബഹളമയം, ഒച്ചപ്പാട്. എന്തായാലും അതൊന്നും വീഡിയോ എടുക്കാൻ ഇവരെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തില്ല കേട്ടോ. എന്നാൽ അവരെ ഫോണിൽ ഫോട്ടോയും വീഡിയോ എടുത്തതുമില്ല. എന്തായാലും പകുതി അങ്ങ് എത്തിയപ്പോഴേക്കിന് കുറച്ച് സമാധാനമായിട്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ എടുത്തു. പക്ഷേ എൻ്റെ കരച്ചിൽ കണ്ട കാരണം തോന്നുന്നുണ്ട് ലച്ചുമോളും തുടങ്ങി. ഞാൻ വേറെ ഒന്നല്ല, നീന്തലറിയാത്ത കാരണം കൊണ്ടൊന്നല്ല കേട്ടോ, നീന്താനൊക്കെ അറിയാം. എന്നാലും ലച്ചുമോൾ അതിൽ ഇരുത്തി പോരാത്തതിന് തോണിക്ക് ഭയങ്കര ഉൽക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടൽ. അതും കൂടെ ആയപ്പോൾ പെട്ടെന്ന് മനസ്സിലെന്താണെന്നറിയോ വന്നത്, ഈ തോണി അങ്ങ് മറിഞ്ഞാൽ ശിവദേവുണ്ട്, ലച്ചുമുണ്ട്, ഞാൻ ഇതിൽ ആരെ രക്ഷിക്കും ആദ്യം എന്നായിരുന്നു ചിന്ത. അതൊക്കെ ആലോചിച്ചപ്പോൾ പേടി, അങ്ങനെ ഒരു പേടി, അത്രേ ഉള്ളൂ, ചെറിയൊരു പേടി. അങ്ങനെ ഏതായാലും തിരിച്ചങ്ങ് എത്തി ഇറങ്ങുന്നത് വരെയൊക്കെ സമാധാനം ഉണ്ടായിട്ടില്ല. വേഗം ഒന്ന് മതിയായി, വേഗം ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എന്നായിരുന്നു. ഇവരൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കയറിയ കാരണം കൊണ്ടേ താമര ഒന്നും പറിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് താമരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കായിരുന്നു. ഇതാണ് നമ്മൾ തോണി തുഴയുന്ന ആ ഒരു അച്ചാച്ചൻ കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ശിവദേവരൊന്നും ഒരു പേടിയില്ല. അവന് ഇനി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു അവനും ഇതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഓളിയിടും കരയുന്നൊക്കെ. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറി എല്ലാവരും ഐസ്ക്രീം തീറ്റയായിരുന്നു. തോണിയിൽ കയറിയപ്പോൾ കുറച്ച് നിലവിളച്ച് കയറിഞ്ഞതല്ലേ, അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ പോയത് സ്നേഹതീരം ബീച്ചിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇനി അടുത്ത ഭാഗത്തിൽ കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറേ അങ്ങ് ലോങ് ആയിട്ട് പോകും. അപ്പോൾ ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ. സബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ.